ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏത്? ഗംഗ, കാവേരി, ബ്രഹ്മപുത്ര, യമുന. ഉത്തരം ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ചുവന്ന നദി എന്നാണ് ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത്. എല്ലാ വർഷവും ജൂണിൽ ബ്രഹ്മപുത്ര നദി 3 ദിവസം രക്തചുവപ്പായി മാറുന്നു. ഈ സംഭവത്തിന് ശേഷം ശക്തിദേവിയുടെ മഹത്തായ അമ്പുമ്പാച്ചി മേള ആഘോഷവും നടക്കും. ഇതിൻ്റെ കാരണം ഇപ്പോഴും തർക്കത്തിലാണ്. ചിലർ പറയുന്നത് നദീതടത്തെ ഇരുമ്പ് സമ്പുഷ്ടമായ മണ്ണ് മഴക്കാലത്ത് ചുവപ്പായി മാറുകയും വെള്ളത്തിലേക്ക് ഒഴുകുകയും ചെയ്യുന്നു എന്നാണ്. എന്നാൽ ചിലർ ഇതിനെ ദൈവികമായി കാണുന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം എത്ര നേരം ഉറങ്ങിയാൽ ഓർമ്മശക്തി വർദ്ധിക്കും? 15 മുതൽ 30 മിനിറ്റ്, 30 മുതൽ 90 മിനിറ്റ്, 1 മുതൽ 2 മണിക്കൂർ, 3 മണിക്കൂർ. ഉത്തരം 30 മുതൽ 90 മിനിറ്റ്. 30 മുതൽ 90 മിനിറ്റ് വരെയുള്ള ഉറക്കം മസ്തിഷ്കത്തിന് ഗുണം ചെയ്യും. എന്നാൽ 1.5 മണിക്കൂറിൽ കൂടുതലുള്ള ഉറക്കം അറിവ്, ചിന്തിക്കാനും ഓർമ്മയും രൂപപ്പെടാനുമുള്ള കഴിവ് എന്നിവയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഏതു പാനീയം കുടിച്ചവരെയാണ് കടുവ പെട്ടെന്ന് ആക്രമിക്കുന്നത്? ആപ്പിൾ ജ്യൂസ്, ബിയർ, കൊക്കോകോള, മാമ്പഴ ജ്യൂസ്. ഉത്തരം ബിയർ. കടുവകൾക്ക് മദ്യത്തിൻ്റെ ഗന്ധം സഹിക്കാൻ കഴിയില്ല. മാത്രമല്ല, നമ്മുടെ ശ്വാസത്തിൽ അത് മണക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ്. തണുത്ത കാൽപാദം എന്ത് കൂടുന്നതിൻ്റെ ലക്ഷണമാണ്? രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ, യൂറിയ. ഉത്തരം കൊളസ്ട്രോൾ. നിങ്ങൾക്ക് ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്തചംക്രമണ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കാലുകൾ തണുക്കുന്നതിലേക്ക് നയിക്കുന്നു. സ്കിൻ ഫ്ലാപ്പുകൾ പ്ലാറ്റിപ്പസിൻ്റെ കണ്ണുകളും ചെവികളും വെള്ളത്തിനടിയിൽ മൂടുന്നു. അതായത് നീന്തുമ്പോൾ അത് താൽക്കാലികമായി അന്ധനാണ്. പകരം പ്ലാറ്റിപ്പസ് അതിൻ്റെ ബില്ല് അതിൻ്റെ വഴി കണ്ടുപിടിക്കാനും വെള്ളത്തിനടിയിലെ ഭക്ഷണം കണ്ടെത്താനും ഉപയോഗിക്കുന്നു. പ്ലാറ്റിപ്പസുകളുടെ പിൻകാലുകൾ നീന്തുമ്പോൾ ഒരു ചുക്കാൻ പോലെ പ്രവർത്തിക്കുകയും ദിശ മാറ്റുകയും ചെയ്യുന്നു. വിയർക്കാത്ത മൃഗം ഏത്? ആന, പന്നി, കടുവ, നായ. ഉത്തരം പന്നി. പന്നികൾക്കും മുയലുകൾക്കും വിയർക്കാനുള്ള കഴിവില്ല. നായകൾക്കും പൂച്ചകൾക്കും കാലിലെ പത്തികളിൽ വിയർപ്പ് ഗ്രന്ഥികൾ ഉണ്ട്. ഓർമ്മിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും നല്ല നിറം ഏതാണ്? പച്ച, നീല, ഓറഞ്ച്, ചുവപ്പ്. ഉത്തരം ചുവപ്പ്. ചുവപ്പ് നിറത്തിൽ എഴുതിയ എന്തെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ചുവപ്പ് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. സ്ത്രീകളിൽ ലൈംഗികത മെച്ചപ്പെടുത്തുന്ന പഴം ഏത്? ഉണക്കമുന്തിരി, പേരയ്ക്ക, ചെറി, ഈന്തപ്പഴം. ഉത്തരം ഈന്തപ്പഴം. പ്രധാന ലൈംഗിക ഹോർമോണുകളിലൊന്നായ ഈസ്ട്രജനെ മോഡുലേറ്റ് ചെയ്യാൻ ഈന്തപ്പഴം സഹായിക്കുന്നു. ഈന്തപ്പഴത്തിൽ ഇരുമ്പ്, വൈറ്റമിൻ സി, ഫോളേറ്റ്, മറ്റ് ആവശ്യ പോഷകങ്ങളും ധാതുക്കളുടെയും സാന്നിധ്യം സ്ത്രീകളുടെ ലൈംഗികശേഷി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൗശലക്കാരായ ആളുകളുടെ ജില്ല ഏത്? മലപ്പുറം, വയനാട്, കൊല്ലം, ആലപ്പുഴ. ഉത്തരം കൊല്ലം. തെക്കൻ കേരളക്കാർ, അതായത് തിരുവനന്തപുരം, കൊല്ലം, മലബാർ മേഖലക്കാരെക്കാട്ടിലും കൗശലക്കാരായാണ് കാണുന്നത്. അതിനെ വടക്കൻ നന്മയെന്ന് വിളിക്കുന്നു. മലബാറുകാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വികാരങ്ങളെ അമിതമായി ആശ്രയിക്കാതിരിക്കാൻ കൂടുതൽ ബുദ്ധിയുള്ളവരാണ് തെക്കൻ കേരളക്കാർ. ഒരു പുരുഷനിൽ സ്ത്രീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ത്? ധൈര്യം, സൗന്ദര്യം, നർമ്മബോധം, ദയ. ഉത്തരം നർമ്മബോധം.
എല്ലാ സ്ത്രീകളും തങ്ങളെ ചിരിപ്പിക്കാൻ കഴിയുന്ന പുരുഷന്മാരെ ഇഷ്ടപ്പെടുന്നു എന്നത് വളരെ സത്യമാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ഇടാനും. നാളെ പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.